വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഞാൻ കുറച്ച് ബീഫ് ഫ്രൈ, പിന്നെ മീൻ കറി, കട്ട്ലറ്റ് ഒക്കെ ഞാൻ ഉണ്ടാക്കുകയാണ്. പിന്നെ ആരൻ ചേച്ചിമാരുടെ അടുത്ത് ദുബൈക്ക് പോവുകയാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടുകയാണ്. അപ്പം എന്നോടും കുറേ അവർ ചെല്ലാൻ പറഞ്ഞു, പക്ഷേ ഭയങ്കര ടിക്കറ്റ് റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ആരൻ തന്നെ പോകുന്നു. അപ്പം മാക്സിമം അവർക്ക് പറ്റുന്ന സാധനങ്ങളെല്ലാം ഒന്നും ഉണ്ടാക്കി കൊടുത്തു വിടാമെന്ന് വെച്ചു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഹൗസ് വാമിങ്ങും എല്ലാം തിരക്കും എല്ലാമായിട്ട് ഓടി നടന്നതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഭക്ഷണം ആദ്യം ഉണ്ടാകുന്ന ഒരു 3-4 ദിവസം ക്രിസ്മസിനും മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഒന്നും നല്ലപോലെ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ഒന്നും പറ്റിയില്ല. കാരണം ഓരോ തിരക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ടൊന്നും അവരുടെ ഇഷ്ടത്തിന് അവർക്ക് എനിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനേ പറ്റിയില്ല. അപ്പോൾ എല്ലാം ഞാൻ ഉണ്ടാക്കി ഇതേപോലെ ബോക്സിനകത്താക്കുകയാണ്. എന്നിട്ട് ഫ്രീസറിൽ വെച്ചാൽ നല്ലപോലെ തണുത്ത് കിട്ടുമല്ലോ. പിന്നെ നമുക്ക് ചൂടും തണുപ്പും നമുക്കങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ബാഗ് പിള്ളേർ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്ന ഇരിപ്പുണ്ട്. അവർ എന്തെങ്കിലും ഒരു ഫ്രോസൺ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ബാഗാണ്. അപ്പോൾ അതിൻ്റെ അകത്താക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻകറി ഞാൻ ഫോയിലിൻ്റെ പോലത്തെ ഈ കവറിനകത്താക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്താക്കിയിട്ട് ഫ്രീസറിൽ വെക്കുവാണ്. അപ്പോൾ വെച്ച് അതിൻ്റെ അകത്തിൽ നല്ല തണുത്ത് കഴിയുമ്പോൾ കൊടുത്തു വിടാമല്ലോ. പിന്നെ അവരുടെ ആവശ്യത്തിന് എടുത്ത് ഓവനകത്ത് വെച്ച് ചൂടാക്കി കഴിച്ചോളും. പിന്നെ മീൻകറി ബാനുവിന് വേണ്ട, ആരെണ്ണം വലിയ ആവശ്യമില്ല. പിന്നെ മോച്ചുവിന് മാത്രമാണ് മീൻകറി വേണ്ടത്. അപ്പോൾ എത്രയാണല്ലോ അവർ പറയും അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ മീൻകറി ഞങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോഴാണെങ്കിലും. അതുകൊണ്ട് പിന്നെ അവരുടെ ഇഷ്ടത്തിന് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം ഉണ്ടാക്കിയതാണ്. പിന്നെ കുറച്ച് ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിച്ചു. പിന്നെ അവർക്ക് ഓഫീസിലൊക്കെ കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ ചിപ്സ്, മിച്ചർ, ഇത് മലബാർ ബേക്കറിയിലെയാണ്. മലബാർ ബേക്കറിയിലെ ചിപ്സും മിച്ചറും ഒക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ ബാക്കിയെല്ലാം മാമിച്ചെടുത്തിട്ട് അവിടെ നിന്നാണ്. ചമ്മന്തിപ്പൊടി, അവൽ വിളയിച്ചത്, കുഴലപ്പം, പിന്നെന്താണ് അച്ചപ്പം, ചുരുട്ട്, എല്ലാ സാധനവും ഞാൻ മേടിച്ചു. അവലോസുണ്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ചു. അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ആരൻ്റെ കഴിപ്പൊക്കെ കണക്കാം. ബാനൂട്ടിന് ഇതൊക്കെ കുറേയൊക്കെ ഇഷ്ടമാണ്, മോച്ചുവിനും ഇഷ്ടമാണ്. അവർ രണ്ടുപേരും കഴിക്കും കുറേയൊക്കെ. പിന്നെ 2 പേർക്കും വേണമെങ്കിൽ കുറേശ്ശെ ഓഫീസിലും കൊടുക്കാം. അങ്ങനെ കൊടുത്തു വിട്ടാണ്. പിന്നെ ആരൻ്റെ പല്ല് കമ്പി ഒന്നൊരിടം ചെറുതായിട്ടൊന്ന് വിട്ടായിരുന്നു, പല്ലെ കമ്പി ഇട്ടിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കണമെന്ന്. ദുബൈയിൽ പോയാൽ പിന്നെ അത് പാടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് റെഡിയാക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ഓടി നടന്നെല്ലാം റെഡിയാക്കുകയാണ്. പിന്നെ നേരമാണ് ബാനുട്ടം വിളിച്ചേച്ച് പറഞ്ഞ ബാനുവിന് സ്റ്റുഡിയോയിൽ നിന്ന് അവൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ നെയിൽ പോളിഷ് മേടിച്ചത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു, റെഡ് കളർ. അപ്പോൾ അത് നോക്കി മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മേടിക്കാൻ വന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കിന് എന്നാൽ ഇങ്ങനെ വെറുതെ അവർക്ക് ചുമ്മാ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന പോലത്തെ ചെരുപ്പുണ്ട്. 199 ഉള്ളൂ ഈ ചെരുപ്പെല്ലാം. രസമാണ് കാണാൻ. ഒത്തിരി യൂസ് ചെയ്തില്ലെങ്കിലും കുറച്ച് നാളാണെങ്കിലും ഒന്ന് ഇടാനായിട്ട് പറ്റും വെറുതെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് 2-3 ചെരുപ്പ് മേടിച്ചു 2 പേർക്കും. പിന്നെ ഇതേപോലെ ആരണ് അവിടെ ചെന്ന് ഇടാനായിട്ട് ടീഷർട്ട്, വൈറ്റ് ടീഷർട്ട് എത്ര മേടിച്ചാലും അവന് വൈറ്റ് തന്നെ വേണം. അപ്പോൾ പിന്നെ അവനൊരു വൈറ്റ് ടീഷർട്ടും മേടിച്ചു. പിന്നെ പിള്ളേർ ഓഫീസിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഇടാനായിട്ട് ഷർട്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റുഡിയോയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ചെല്ലുമ്പോഴത്തേക്കിന് ഇഷ്ടംപോലെ ഷർട്ടും ഒക്കെ കാണും. അപ്പം പോയി നോക്കിയപ്പോഴത്തേക്കൊന്നും കിട്ടിയില്ല. പിന്നെ അതൊന്നും മേടിക്കാനായിട്ട് പറ്റിയില്ല. അത് മതിയെന്ന് അവർ പറഞ്ഞു. മേടിക്കുവാണെങ്കിൽ ഷർട്ട് മേടിച്ചാൽ മതി, വേറെ ഡ്രസ്സുകളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. കുറേയൊക്കെ തപ്പി നടന്നു, പിന്നെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് വാങ്ങിയില്ല. പിന്നെ ഞാനും ആരനും കൂടെ തിരിച്ചു പോകുന്നു. ഒന്നാമത് ഭയങ്കര ചൂടത്തായതും കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മേടിച്ചൊന്ന് തിരിച്ച് കയറിയാൽ മതിയെന്നാണ്. അപ്പം ഞാൻ മേടിച്ചത് ഈ 2 ചെരുപ്പാണ്. 2 പേർക്ക് ഓരോ കളർ വാങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും പോകുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുത്തു വിടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെയിൽ പോളിഷ് മേടിച്ചു. ചോദിക്കും എന്നാ വേണമെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചോ മമ്മ എന്ന് പറയും. പിന്നെ ഇങ്ങനത്തെ ക്ലിപ്പ് എപ്പോൾ മേടിച്ചുകൊണ്ട് പോയാലും അത് മുഴുവൻ പൊട്ടിപ്പോവും. പിന്നെ ഈ ഒരു കാതലിടുന്ന റിങ്സ് പോലത്തെ ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചതാണ്. അത് ഇതുവരെ കൊടുത്തു വിടാനായിട്ട് പറ്റിയില്ല. അങ്ങനെ പിന്നെ ഐലൈനർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐലൈനർ മേടിച്ചു. പിന്നെ കുറച്ച് സ്റ്റഡ്സ് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് അത് വാങ്ങി. പിന്നെ തേജ് എന്നും പറഞ്ഞൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അവരുടെ അതിൽ നിന്ന് മേടിച്ചതാണ്. പിള്ളേരോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഓർഡർ ചെയ്യാനുണ്ടോ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തതാണ്. ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ പോലത്തെ ഒരു വള കയ്യിലിടുന്നത്, അത് വാങ്ങി. പിന്നെ
ഇതൊക്കെ മിഞ്ചിയൊക്കെ നല്ല ഭംഗിയുള്ള മിഞ്ചികൾ അവരുടെ പേജിൽ കിട്ടുന്നത്. അതായത് ആ പേളുള്ളതും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അത് 2 പിന്നെ ബാനുവിന് ജിംക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണെങ്കിൽ ഓഫീസിലൊക്കെ ഇടുകയൊക്കെ ചെയ്യலாம். അങ്ങനെ അതിന് വേണ്ടിയിട്ട് അതൊരെണ്ണം വാങ്ങി. പിന്നെ ഇതാ കാലയിലെടുത്ത പോലത്തെ ചുമ്മാ ഈ തള പോലത്തെ സിൽവറിൻ്റെ പോലത്തെ അത് മേടിച്ച് 2 പേർക്ക് ഓരോന്ന്. പിന്നെ ഞാൻ എല്ലാം കൂടെ ഒരു ചെറിയ ബോക്സിനകത്തോട്ടാക്കി പാക്ക് ചെയ്തതാണ്. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ ബബിൾസ് പോലെയുള്ള ഇതുണ്ടല്ലോ, അത് മുകളിലും താഴെയും വെച്ചു. അപ്പോൾ പിന്നെ പൊട്ടിപ്പോകത്തൊന്നുമില്ലല്ലോ. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് പിന്നെ ഫുള്ള് പാക്കിങ് എൻ്റെ പരിപാടിയാണല്ലോ. ആരൻ്റെ ഡ്രസ്സുകളെല്ലാം തേച്ചെടുത്ത് വെച്ചു. പിന്നെ അവൻ്റെ ഇതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് പെർഫ്യൂം, ആഫ്റ്റർ ഷേവ്, അങ്ങനത്തെ ഇതെല്ലാം കൊണ്ടുപോകാനായിട്ടൊരു ചെറിയൊരു ബാഗ് പോലത്തെ ഒരു പൗച്ച് പോലത്തെ ഒരു സംഭവം മേടിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് എല്ലാം ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ അവിടെ ഇവിടെ തപ്പി നടക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം എടുത്ത് കൊടുത്തു. അങ്ങനെ വെച്ച് വിട്ടു. പിന്നെ പെട്ടിയുടെ വലിയ പെട്ടിയുടെ അടപ്പ് വരുന്ന അവിടെ ഞാൻ ഇങ്ങനത്തെ ഇതെല്ലാം കൂടെ വെച്ചു. താടിയിലും ഒരു പിന്നെ തുണി ഇട്ടേച്ച് മുകളിൽ ഞാനതെല്ലാം വെച്ചിട്ട് ഒരു ബെഡ്ഷീറ്റും കൊണ്ട് അങ്ങ് മൂടി അങ്ങനെ അങ്ങ് വെച്ചു. പിന്നെ ഇതെല്ലാം ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഈ ബാഗാണ്. ഇതിൻ്റെ അകത്താണ് പിള്ളേർ അവിടുന്ന് ഫ്രോസൺ സാധനമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് എല്ലാം എടുത്ത് വെച്ചു. അലുവായും ഉണ്ടായിരുന്നു. അലുവയൊന്നും ഒത്തിരി ഒന്നും കഴിക്കത്തില്ല, എന്നാലും അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അലുവായും അങ്ങനെ അതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് വെച്ചാൽ ഐസൊന്നും ഒട്ടും പുറത്തോട്ട് പോകത്തേയില്ല. അങ്ങനെ ഞങ്ങളെല്ലാം പോകാനായിട്ട് റെഡിയായി. ആരൻ്റെ ഫ്ലൈറ്റ് വൈകിട്ട് 10:20 പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 11:20. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ പിള്ളേരും അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആരൻ ചെല്ലുന്നത് നോക്കിയിരിക്കുകയാണ് അവർ. അപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടാണ് പോയത് അവനെ ആക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ വൈകിട്ട് സമയം ആയതും കൊണ്ട് 11:20 ഫ്ലൈറ്റെങ്കിലും ഇപ്പം 4:30 ആയതേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. കാരണം കുറേ കഴിയുമ്പോഴത്തേക്കിനും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് വൈകിട്ടായതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ എയർപോർട്ട് റോഡൊക്കെ എത്തിയപ്പോഴത്തേക്കിനും അവിടെയൊക്കെ നമുക്ക് എയർപോർട്ട് എത്തുന്നതിൻ്റെ തൊട്ടടുത്തെല്ലാം ഫുള്ള് 2 സൈഡിലും റെസ്റ്റോറൻറ്റുകൾ. അവിടെ എല്ലാമാണ് ഫുള്ള് വണ്ടികളെല്ലാം എല്ലാവരും പാർക്ക് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട് 2 സൈഡിലും. അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ വണ്ടി നിർത്തിയൊക്കെ മേടിക്കും. ഇത് കണ്ടത് രസതന്ത്ര എന്നും പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണത്. അപ്പം ഫുഡ് കഴിച്ചിട്ട് കയറാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. അവൻ പിന്നെ എല്ലാം കഴിഞ്ഞകത്ത് കയറിയിട്ട് അവൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് കഴിക്കാനായിട്ട് നിന്നില്ല ഞങ്ങൾ. അങ്ങനെ എയർപോർട്ട് എത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുമല്ലോ, ചെറുപ്പം തൊട്ട് എൻ്റെ പാരൻസിനെ വിടാൻ തുടങ്ങിയ അവരെ ഇങ്ങനെ യാത്ര അയക്കാൻ പോയപ്പോൾ തൊട്ട് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഭയങ്കര വിഷമമുള്ളതാണ് എനിക്ക്. അപ്പോൾ ഇപ്പം പിള്ളേർ 3 പേരും അവിടെയായി, ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. പിള്ളേർ ഒത്തിരി നിർബന്ധിച്ച് എന്നെ വരാൻ നിർബന്ധിച്ചു, ഞാൻ പോകാഞ്ഞാണ്. അപ്പം അങ്ങനെ എയർപോർട്ടെത്തി. അപ്പം അവനും ഭയങ്കര വിഷമമാണ്, അമ്മ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവൻ വല്ലയിടത്തും പഠിക്കാൻ പോയാലും ഒക്കെ ഞാൻ തന്നെ നിൽക്കണ്ടേ, അപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അങ്ങനെ എയർപോർട്ടിലെത്തി. ഇനി അവനെ ഒന്ന് കയറ്റി അകത്ത് വിട്ട് വീട്ടിൽ ചെന്നാലേ എനിക്കൊരു ഇതുള്ളൂ. അവനങ്ങ് പിള്ളേരുടെ അടുത്ത് ചെന്നു എന്നും അറിയണം. അതാണ് വലിയൊരു ഇത്. അതുവരെ ആകെപ്പാടെ ഒരു ടെൻഷനാണ് എപ്പോഴും. അവർ രണ്ടുപേരുടെ പോകുമ്പോഴത്തേക്കിനും എപ്പോഴും ഞാനങ്ങ് കൊണ്ടുവിട്ട് കയറിപ്പോവും. ഇതിപ്പോൾ ഇവൻ്റെ ബോർഡിങ്ങും എല്ലാം കഴിയാതെ പോകത്തില്ല. അപ്പോൾ അകത്ത് നമുക്ക് വിസിറ്റേഴ്സിന് കയറി കാണാം എന്ന പാകത്തിന് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് അപ്പോൾ അവിടെ കയറി ലഗേജ് ഇടുന്നതൊക്കെ കാണാവുന്ന പോലെ ഞാൻ നിൽക്കുവാണ്. അങ്ങനെ കുറേ ലേറ്റായി. അവനെല്ലാം ലഗേജും എല്ലാം ഇട്ടേച്ച് വന്നു. ഇപ്പോൾ അവൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടൊരു അവൻ്റെ എയർലൈൻസിൻ്റെ ഒരാളുണ്ട്. അത് കഥയെല്ലാം ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. അതൊരു ഭയങ്കര ഒരു സ്റ്റോറിയായിരുന്നു. കുറേ നേരം ഞങ്ങൾക്ക് ലേറ്റ് ആവുകയും ചെയ്തു. അവൻ്റെ കാര്യങ്ങൾക്കെല്ലാം 2-2.5 മണിക്കൂറോളം ഞാനും അച്ചാച്ചനും വെയിറ്റ് ചെയ്തു. എയർപോർട്ടിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ആര്യാസി കയറി ചപ്പാത്തി വെജ് കറി എല്ലാം കൂടെ കഴിച്ചു. അങ്ങനെ ആരൻ വെളുപ്പിനെ 3 മണിയായപ്പോൾ ദുബൈ ടൈം അവനങ്ങ് ചെന്നു. ഇവിടെയും അവൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് എയർലൈൻസിൻ്റെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.